ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു സലൂണ്. അപ്പം നെയിൽ എക്സ്റ്റൻഷൻ, ഹെയർ എക്സ്റ്റൻഷൻ, ലാഷ് എല്ലാം കൂടെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അപ്പം ഞാനത് തുടങ്ങാനുള്ള അതിൻ്റെ ഇൻറ്റീരിയൽ വർക്ക് നടക്കുക. അപ്പം നിങ്ങളെല്ലാവരും ഞാൻ വിളിക്കും. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഒരു ഉളുപ്പും തോന്നുന്നില്ലേ സജനയ്ക്ക് ഇങ്ങനെ വന്നിരുന്ന് BMW പറ്റി വലിയ പൊക്കി പറയാൻ? ഇപ്പോൾ കേട്ടെടുത്തോളം ഒരു മനുഷ്യനെ പറ്റിച്ചിട്ടാണ് ഈ കാറും പൊക്കിക്കൊണ്ട് നടക്കുന്നത്. അല്ല, നിങ്ങളുടെ പ്രൈവറ്റ് ലൈഫിൽ നിങ്ങൾ എന്ത് തേങ്ങാക്കൊലെങ്കിലും കാണിച്ചു? ആൾക്കാരെ പറ്റിക്കാതിരിക്കുക. നിങ്ങളെ സ്വയം ചതിക്കുകയും പറ്റിക്കുകയും പറയുന്നില്ല, പലതും ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. നിങ്ങളെ ഈ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെ പറ്റിക്കാതിരിക്കുക. നാണം തോന്നുന്നില്ല ഇങ്ങനെയൊന്നും ചെയ്തു കൂട്ടാൻ? കഷ്ടം. നല്ല മൈലേജ് ഉണ്ട്. ഡീസൽ അല്ലേടാ? ഓക്കെ, എനിക്ക് വലിയ വണ്ടി, കാരണം ഞാൻ സൈസ് ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ വണ്ടി വേണമെന്ന് ആഗ്രഹമായിരുന്നു. മാഷാഅല്ലാ, എനിക്ക് BMW ഭയങ്കര ഇഷ്ടമാണ്. BMW എന്ന ബ്രാൻഡ് നെക്സ്റ്റ് സഡാനിൽ ഒരു മോഡൽ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. കുറേ ആൾക്കാർ ഇങ്ങനെ നടന്ന് അഴിഞ്ഞാടി അവരുടെ സ്വകാര്യ ജീവിതത്തിൽ അഴിഞ്ഞാടുകയാണെങ്കിൽ അത് പ്രശ്നമല്ല. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വന്നിരുന്ന് അഴിഞ്ഞാടുക, സബ്സ്ക്രിപ്ഷൻ എടുക്കുക, അങ്ങനെ കുറേ പേര് അഴിഞ്ഞാടുക. അങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നവരെ റിയാക്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാർ വരുമ്പം അവരെ അങ്ങോട്ട് പല രീതിയിൽ ഒതുക്കാൻ നോക്കുക. അല്ല, അതിന് നിയമം കൂടെ കൂട്ട് നിൽക്കുമ്പം ഒരു സൈഡിൽ തെറ്റ് ചെയ്യുന്നവരാരായാലും ശിക്ഷിക്കപ്പെടണം. അതിപ്പം ആരായാലും. ഈ യൂട്യൂബിലും ഇങ്ങനെ സോഷ്യൽ മീഡിയകളിലും വന്നിട്ട് അഴിഞ്ഞാടുന്നവരുടെ ഒരു ഇൻറ്റൻഷൻ എന്താണ്? കാശുണ്ടാക്കുക എന്നുള്ളതാണോ? ആയിരിക്കും. പക്ഷേ ആ കാശുണ്ടാക്കുമ്പം മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങൾ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തും, ഇന്നത്തെ കാലത്ത് ഫോണും മൊബൈലും ലാപ്ടോപ്പും ടാബും കമ്പ്യൂട്ടറും ഒന്നും മാറ്റി വെക്കാൻ പറ്റില്ല. അത് കുഞ്ഞുങ്ങൾ എടുക്കും. ഓക്കെ, പല ഏജിൽപ്പെട്ടവർ പണ്ട് കുഞ്ഞു തൊട്ട് വലുത് വരെ എടുക്കും. MDMAയും മയക്കുമരുന്നും അങ്ങനെ ലഹരികളും എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ ഡേഞ്ചറാണ് കുഞ്ഞുങ്ങളുടെ ഭാവിക്കും, കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിനും, കുഞ്ഞുങ്ങളുടെ അവർ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എല്ലാ കാര്യങ്ങൾക്കും ഇത് ബാധകമാണ്. മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ ഇതൊരു കൺസേൺ തന്നെയാണ്. അങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന ആൾക്കാരുടെ വീഡിയോ കണ്ടിട്ട് കുട്ടികൾ പല രീതിയിൽ വഴിതെറ്റിപ്പോയി കഴിഞ്ഞാൽ ആര് ഉത്തരവാദിത്തം പറയും? അവർക്കെതിരെ കേസെടുക്കാൻ വകുപ്പില്ലേ? അതാരെങ്കിലും പറഞ്ഞ് കേസ് കൊടുത്താലേ എടുക്കുള്ളൂ? അവരുടെയൊക്കെ വീഡിയോസ് ഡിലീറ്റ് ചെയ്യിക്കാൻ വകുപ്പില്ലേ? അവർക്കെതിരെ ഇപ്പോൾ ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി റിയാക്ട് ചെയ്താൽ അത് കുറ്റമാണെന്ന് പറയുന്നുണ്ട്. റിയാക്ഷൻ മീൻസ് അഭിപ്രായം മാന്യമായി പറഞ്ഞാലും കുറ്റമാണോ? അതിനെ അടിച്ചമർത്തുമോ? നിയമം എല്ലാവർക്കും ബാധകമാണ്, നീതിയും എല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ട് ഈ നിയമവും നീതിയും നിലനിർത്തിക്കൊണ്ട് മാന്യമായിട്ട് അഭിപ്രായം പറയാം നമുക്ക്. അങ്ങനെയുള്ളവരെ അടിച്ചമർത്താൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നടക്കില്ല, അത്രേ ഉള്ളൂ. പ്രൊഫഷൻ്റെ ഭാഗമായിട്ടും എങ്ങനെ ആയിക്കോട്ടെ, ഡ്രസ്സിങ് ഓരോരുത്തരുടെ പ്രൈവറ്റ് ചോയ്സാണ്. ഡ്രസ്സും ഓരോരുത്തരുടെയും പ്രൈവറ്റ് ചോയ്സാണ്. പക്ഷേ മറ്റുള്ളവർക്ക് പ്രൊവോക്കേഷൻ എന്ന രീതിയിൽ സോഷ്യൽ മീഡിയകളിൽ, അതുപോലെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ വന്നിട്ട് അങ്ങനെയുള്ള ഡ്രസ്സസ് ഇടുന്ന, ഇപ്പോൾ സിനിമ, നാടകം അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. അത് ഒരു ക്യാരക്ടർ വൈസ് ആൾക്കാർ അഭിനയിക്കുന്നതാണ്. അതിൽ പല രീതിയിൽ എഡിറ്റിംഗ് നടക്കുന്നുണ്ട്, പല വിഷ്വലൈസേഷൻ എഫക്റ്റുകൾ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സിനിമയിലൊക്കെ നടക്കുന്നുണ്ട്. ഇതങ്ങനെയല്ല. ഒരു റീല് ഷൂട്ട് ചെയ്യുന്നത് ഒരാളുടെ ഫോണിൽ നിന്ന് ഇങ്ങനെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ അങ്ങനെയാണ് റീല് ഷൂട്ട് ചെയ്യുന്നത്. അല്ലല്ലോ, അതിലൊരു എഫക്റ്റുകളോ ഒരു എഡിറ്റിങ്ങോ ഒന്നും അതിലില്ല. അത് ലൈവാണ്. അങ്ങനെ വന്നിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് റീലെടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പം അത് ഏത് രീതിയിലുള്ള മെസ്സേജസാണ് പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും കൊടുക്കുന്നത്? ഇതിനൊക്കെ പ്രതികരിക്കണം, പക്ഷെ മാന്യമായി പ്രതികരിക്കണം. അത്രേ ഉള്ളൂ. എനിക്കതേ ഉള്ളൂ അഭിപ്രായം. ഓക്കെ, അല്ലാതെ ആരും, ചില ആൾക്കാർ ചെയ്യുന്നത് നല്ലത്, ചില ആൾക്കാർ ചെയ്യുന്ന മോശം, ഒരു വിഭാഗം നല്ലത്, ഒരു വിഭാഗം മോശം, ഒരു വിഭാഗത്തിനോട് ആൾക്കാർ കൂട്ടു നിൽക്കുന്നു, മറ്റൊരു വിഭാഗത്തിനോട് എല്ലാവരും എതിർത്ത് നിൽക്കുന്നു. അങ്ങനെയല്ല. ഈ രണ്ട് വിഭാഗം ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. ഒരാൾ പ്രൊഫഷണലി അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വന്നിരുന്നോട്ട് ആ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ടുള്ള റീലുകൾ ഇടുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല. അവർ പ്രൊഫഷണൽ മോഡലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടെ ഫാഷൻ ഷോകളിലും അതുപോലെ അവരുടെ എന്തെങ്കിലും പ്രൊഫഷണൽ ആയിട്ടുള്ള ആർട്ട് ഷൂട്ടുകളിലൊക്കെ അങ്ങനെ യൂസ് ചെയ്തോട്ടെ. അവർ പ്രൈവറ്റ് ആയിട്ടാണ് അത് ചെയ്യുന്നത്. അതുപോലെയല്ല സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവച്ച് പോസ്റ്റ് ചെയ്യുന്നത്. മെറ്റയാളോ
ഇത് കഴിഞ്ഞതാണെന്ന് പറയുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. പിന്നെ ചില ആൾക്കാരെ പറ്റി എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞ് സ്വയം വ്യക്തിഹത്യ ഞങ്ങൾക്ക് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വേണ്ട, അത് കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചായിരിക്കുന്നേ. എന്തായാലും അഭിപ്രായ സ്വാതന്ത്ര്യം അതുകൊണ്ട് മാന്യമായിട്ട് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പോണില്ല. ഇവിടെ വ്യക്തിഹത്യയല്ല ചെയ്യുന്നത്, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക ചെയ്യുന്നത്. അത് പണ്ട് മുതലേ ഉണ്ട്. ഇത് നമുക്ക് നിഷേധിക്കപ്പെട്ടതാണെങ്കിൽ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് മോചിക്കപ്പെടുമായിരുന്നു. മഹാത്മാഗാന്ധി പോയി സമരം ചെയ്തുകൊണ്ടും അഭിപ്രായ വ്യത്യാസം കാണിച്ചതുകൊണ്ടും ഇതൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളല്ലേ. ഇപ്പോഴും നടക്കുന്നുണ്ട്, പ്രൊട്ടസ്റ്റൻസ് നടക്കുന്നുണ്ടല്ലോ ഡൽഹിയിൽ. അത് തെറ്റ് ചെയ്യുന്നവരാരായാലും ശിക്ഷിക്കപ്പെടണം, ആരായാലും. അതിപ്പോൾ അടിച്ചമർത്താൻ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെയൊന്നും ആരും അടങ്ങിയിരിക്കാൻ പോകുന്നുമില്ല. കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോൾ ഒതുങ്ങുമായിരിക്കും, അത്രേ ഉള്ളൂ.